أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ഇന്നത്തെ വിഷയം മാനവമോചനം സ്രഷ്ടാവിന്റെ സന്ദേശത്തിലൂടെ. ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്രഷ്ടാവിന്റെ സന്ദേശത്തിലൂടെ മാത്രമേ മാനവമോചനം കരസ്ഥമാക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ്. സ്രഷ്ടാവിന്റെ കൽപ്പനകൾ പിൻപറ്റുന്നതിലൂടെ മാത്രമേ യഥാർത്ഥത്തിലുള്ള വിജയം കരസ്ഥമാക്കുവാൻ കഴിയുകയുള്ളൂ. സ്രഷ്ടാവ് കൽപ്പിച്ച നന്മകൾ ചെയ്യുന്നതിലൂടെ മാത്രമേ, സ്രഷ്ടാവ് വിരോധിച്ചിട്ടുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നതിലൂടെ മാത്രമേ യഥാർത്ഥത്തിലുള്ള വിജയം കരസ്ഥമാക്കുവാൻ കഴിയുകയുള്ളൂ. മാനവമോചനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നശ്വരമായ ഇഹലോകത്തിലെ പട്ടിണിയിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, തൊഴിലില്ലായ്മയിൽ നിന്നും, കടക്കേണിയിൽ നിന്നുമുള്ള മോചനമല്ല, മറിച്ച് മരണാനന്തരമുള്ള അനശ്വരമായ പരലോകത്തിലെ ജീവിതം ഭദ്രമാക്കുക എന്നതാണ് മാനവമോചനം കൊണ്ടിവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തു നിന്നും ഏത് നിമിഷവും നാം വിട പറയാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മനുഷ്യ മനസ്സുകളെ നൊമ്പരപ്പെടുത്തിയ ഒരു ചിത്രം പല പത്രങ്ങളിലും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഒരു ഇറാഖിലെ ഒരു മാതാവ് തൻ്റെ കുട്ടിയെ സ്കൂളിൽ ചേർത്ത് ആ കുട്ടിയോടൊപ്പം തിരിച്ചു വരുമ്പോൾ തീവ്രവാദികൾ ആ കുട്ടിക്ക് നേരെ നിറയൊഴിച്ചു. വെടിയേറ്റ് മരിച്ചു വീണ തൻ്റെ കുട്ടിയുടെ പുറത്ത് കിടന്നുകൊണ്ട് തൻ്റെ കൈകൾ കൊണ്ട് കുഞ്ഞുമുഖങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു മാതാവിൻ്റെ ചിത്രം നാം കാണുകയുണ്ടായി. ആ അടഞ്ഞ കണ്ണുകളൊന്ന് തുറന്നു തന്നെ നോക്കുമോ എന്ന പ്രതീക്ഷയിൽ, ആ നിശ്ചലമായ ചുണ്ടുകൾ, ആ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടരുമോ എന്ന പ്രതീക്ഷയിൽ, ആ നിശ്ചലമായ നാവുകൾ ഉമ്മ എന്ന് തന്നെ വിളിക്കുമോ എന്ന പ്രതീക്ഷയിൽ, നിശ്ചലമായ കൈകൾ തന്നെ വാരിപ്പുണരുമോ എന്ന പ്രതീക്ഷയിൽ, മരിച്ചു കിടക്കുന്ന തൻ്റെ മകന്റെ മുഖത്തേക്ക് നോക്കിക്കിടക്കുന്ന മാതാവിന്റെ ചിത്രം, അത് കണ്ടിട്ടുള്ളവരുടെ ഹൃദയങ്ങളിൽ ഒരുപാട് നൊമ്പരങ്ങൾ ഉണ്ടാക്കി കാണും. സ്കൂളിലേക്ക് പോകുമ്പോൾ ആ മാതാവ് പ്രതീക്ഷിച്ചിരിക്കില്ല അല്പം കഴിയുമ്പോൾ തനിക്ക് തൻ്റെ കുട്ടിയെ നഷ്ടപ്പെടുമെന്ന്. ഇങ്ങനെയാണ് മരണം. അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന അതിഥിയാണ് മരണം. അതാരെ എപ്പോൾ പിടികൂടുമെന്ന് പറയുക സാധ്യമല്ല. മാതാപിതാക്കൾക്ക് മുൻപേ സന്താനങ്ങളെയും, ജ്യേഷ്ഠന് മുൻപേ അനുജനെയും, ഭർത്താവിന് മുൻപേ ഭാര്യയെയും, ആരോഗ്യവാന് മുൻപേ രോഗിക്ക് മുൻപ് ആരോഗ്യവാനെയും അത് പിടികൂടും. ക്ഷണിക്കാതെ കയറി വരുന്ന ഒരു അതിഥിയാണ് മരണം. ഒരുപാട് നേരം കണ്ണാടിയുടെ മുൻപിൽ നിന്നും സൗന്ദര്യം ആസ്വദിക്കുന്ന മനുഷ്യൻ, ഒരുപാട് സമയമെടുത്തവൻ ചീകി വെക്കുന്ന തലമുടി അവൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും പൊഴിയുകയും നരയ്ക്കുകയും ചെയ്യുന്നു. വിലയേറിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൊണ്ടവൻ മിനുസപ്പെടുത്തുന്ന ചർമ്മങ്ങൾ, അവനെത്ര പിടിച്ചു നിർത്തുവാൻ ശ്രമിച്ചാലും അതിൽ ചുളിവുകൾ വീഴുന്നു. അവന് പ്രിയങ്കരമായ കാഴ്ചശക്തിയും കേൾവിശക്തിയും കുറയുകയും ചിലപ്പോൾ തീർത്തുമില്ലാതെയാവുകയും ചെയ്യുന്നു. അവസാനം കബറുകളിൽ മണ്ണായി തീരുമ്പോൾ, കബറുകളിൽ കിടക്കുമ്പോൾ അവൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന അവന്റെ ശരീരത്തെ പുഴുക്കൾ കാർന്നു തിന്നുകയാണ്. മനോഹരങ്ങളായ കണ്ണുകളുടെ സ്ഥാനത്ത് 2 കുഴികളും, തുടുത്ത കവിളിന്റെ സ്ഥാനത്തെല്ലും, പിന്നീട് അസ്ഥിപഞ്ചരവും, പിന്നീട് മണ്ണുമായി തീരുന്നു. ശരാശരി മനുഷ്യ ജീവിതം 60-70 വർഷങ്ങൾ കൊണ്ട് അവസാനിക്കുകയാണ്. ഓരോ നിമിഷം കഴിയും തോറും നാം മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ 13-ാം അധ്യായത്തിൽ 26-ാം വചനത്തിൽ പറയുന്നുണ്ട്,
വമൽ ഹയാത്തുദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ മത്താ. പരലോകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇഹലോകം എന്ന് പറയുന്നത് ഒരു സുഖാനുഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. മഹാസാഗരത്തിൽ വിരലുകൾ മുക്കിയെടുക്കുമ്പോൾ വിരൽ തുമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ജലഗണം മാത്രമാണ് ഇഹലോകമെന്നും ആ സാഗരത്തിൽ അവശേഷിച്ചിരിക്കുന്ന അനന്തമായ ജലഗണങ്ങളുണ്ടല്ലോ അതാണ് പരലോകമെന്നും മനോഹരമായ ഒരു ഉപമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജലഗണം മാത്രമാകുന്ന നശ്വരമായ ഇഹലോകത്തിലെ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനമല്ല യഥാർത്ഥത്തിലുള്ള മോചനം, മറിച്ച് മരണാനന്തര ജീവിതം വിജയമാക്കുന്നതിലൂടെയാണ് യഥാർത്ഥ വിജയം നമുക്ക് കരസ്ഥമാക്കുവാൻ കഴിയുന്നത്. മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന വ്യക്തി ചൂടിൽ നിന്നും രക്ഷ നേടാനായിട്ട് തൊട്ടടുത്ത മരത്തിന്റെ ശീതളച്ചായയിൽ വിശ്രമിച്ച് അല്പം കഴിഞ്ഞ് നടന്നു നീങ്ങുന്നു. ആ വ്യക്തിക്ക് ആ മരത്തിന്റെ തണലുമായിട്ടുള്ള ബന്ധം എത്രമാത്രമാണോ ആ ബന്ധം മാത്രമേ തനിക്കും ഇഹലോകവും തമ്മിലുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ ഒരു ഉപമയിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു തണല് പോലെ വേഗം നീങ്ങിപ്പോകുന്ന, മാഞ്ഞു പോകുന്ന, മറഞ്ഞു പോകുന്ന ഇഹലോകത്തിലെ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനമല്ല യഥാർത്ഥത്തിലുള്ള മാനവമോചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് മരണാനന്തരമുള്ള യഥാർത്ഥത്തിലുള്ള മോചനമാണ്. ഇത്തരത്തിലുള്ള ഒരു മോചനത്തിന്റെ പാത കാണിച്ചു തരുവാൻ പ്രസിഡന്റുമാർക്കോ പ്രധാനമന്ത്രിമാർക്കോ ഭരണകൂടങ്ങൾക്കോ ന്യായാധിപർക്കോ നിയമജ്ഞർക്കോ ഏകാധിപത്യ ജനാധിപത്യ ഫാസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനങ്ങൾക്കോ കഴിയില്ല. കാരണം കാഴ്ചക്കും കേൾവിക്കും ചിന്താശക്തിക്കും പരിമിതിയുള്ള, ഭാവിയും ഭൂതവും അദൃശ്യവും അറിയാത്ത മനുഷ്യരാണത്. അവർക്കതുകൊണ്ടൊരിക്കലും ഈ പാത നമുക്ക് കാണിച്ചു തരുവാൻ സാധ്യമല്ല. ഒരു വ്യക്തിയുടെ സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവും ആ വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ആ വ്യക്തി ജീവിക്കുന്ന ഭൂമിയുടെയും ആ ഭൂമിയിലെ പർവ്വതങ്ങളുടെയും സമതലങ്ങളുടെയും പുഴകളുടെയും സാഗരങ്ങളുടെയും അന്തരീക്ഷത്തിന്റെയും ജലത്തിന്റെയും അവസ്ഥകളെ ആശ്രയിച്ചിരിക്കും. ആ വ്യക്തി ജീവിക്കുന്ന കുടുംബത്തിന്റെയും അതുപോലെയുള്ള കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹങ്ങളുടെയും സമൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യത്തിന്റെയും രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകത്തിന്റെയും അവസ്ഥകളെ ആശ്രയിച്ചിരിക്കും. ഇനി വർഷങ്ങൾ കഴിയുമ്പോൾ ഈ